അപ്പോൾ പൊത്തേ ട്രാവലോഗിൻ്റെ പഞ്ചാബ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ചിയുമായിട്ട് പഞ്ചാബിലേക്ക്. ഇഞ്ചിയുമായി പഞ്ചാബിലേക്ക്. അപ്പോൾ നമ്മളിപ്പം മഹാരാഷ്ട്രയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? നമ്മളൊരു ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം. നമ്മളിപ്പോഴേ മുംബൈ ആഗ്ര നാഷണൽ ഹൈവേയിലുള്ളത്. അതിൽ ചന്ദ്വാട് കഴിഞ്ഞ് മാലഗാവ്, ദുലെ, ഷിർപൂരൊക്കെ പോകുന്ന റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതും മധ്യപ്രദേശ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ മുന്തിരി കച്ചവടക്കാർ. നല്ല മുന്തിരിയുടെ സമയം തോന്നുന്നു അല്ലേ? ഏറ്റവും മധുരമുള്ള ചെറിയ മുന്തിരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി നീളമുള്ള കറുത്ത മുന്തിരി ഉണ്ട്, ഭയങ്കര കറുപ്പായിരുന്നു. ഇപ്പോൾ ഈ ഘാട്ട് ഇറങ്ങുമ്പോഴേ നമ്മൾ എൻജിൻ ബ്രേക്കിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നോക്കാം. ബ്രേക്ക് എവിടെ ഉണ്ടോ? ഇല്ല. അപ്പം ഇപ്പോൾ ഏത് തേർഡ് ഗിയറിലല്ലേ ഇറങ്ങി പോകുന്നത്? എൻജിൻ ബ്രേക്ക് ഇട്ടേക്കല്ലേ? ഇനി ഒന്ന് ബ്രേക്ക് ഒന്ന് ഇപ്പോൾ ചവിട്ടി സ്ലോ ചെയ്തേ ഒന്ന്. ഉണ്ടോ ഇത്രയും സ്ലോ ചെയ്യുന്ന കാലയച്ചങ്ങ് ബ്രേക്ക് ഒന്ന് എടുത്തോ കാലെടുത്തു. അപ്പോൾ ഇങ്ങനെ പോകുന്നു. എൻജിൻ ബ്രേക്ക് അങ്ങ് ഓഫ് ചെയ്തേ. ഉണ്ടോ സ്പീഡ് കൂടുന്നതുണ്ടോ? എൻജിൻ ബ്രേക്ക് ഇട്ടേ ഉണ്ടോ? അപ്പോൾ അത് ബ്രേക്കിന് ഉപയോഗം വളരെ കുറവ് മതി അന്നേരം. അപ്പോൾ അത് ഫോർത്തിലേക്ക് കൊടുത്തു. ആ ഫോർത്തിൽ തന്നെ പൊക്കോളും. ബ്രേക്ക് ഔട്ടും വേണ്ട, അങ്ങനെ തന്നെ പോട്ടെ. കേട്ടോ അവരെ ഇറക്കം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രേക്ക് നമുക്ക് അധികം ഉപയോഗിക്കുക വേണ്ട. എൻജിൻ ബ്രേക്ക് കറക്റ്റായിട്ട് നോക്കി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴേ സ്പീഡ് കൂടുകയാണെന്ന് തോന്നുകയാണ് നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് ഔട്ട് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. ചവിട്ടി കൊടുക്കുക. എന്നിട്ട് കാലം അയച്ച് ബ്രേക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും ആ എൻജിൻ ബ്രേക്കിൽ തന്നെ വണ്ടി അങ്ങ് ഇറങ്ങിപ്പോവും. വീണ്ടും സ്പീഡ് കൂടുകയാണെങ്കിൽ ശാലോടെ ബ്രേക്ക് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. അപ്പം വീലധികം ചൂടാകത്തുമില്ല, നല്ല കറക്റ്റായിട്ട് പോകും വണ്ടി. ഇതെന്തോ അമ്പലത്തിലെ പരിപാടി, കല്യാണം. കല്യാണം കേട്ടോ. ഇവിടുത്തെ കല്യാണം അല്ല, DJ കല്യാണം അല്ലേ? നമുക്ക് ചായ് ബ്രോയുടെ കല്യാണം ഇനി വല്ല DJ ആക്കേണ്ടി വരുമോ? DJ ഒക്കെ വെച്ചല്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയും കാണിക്കുന്നില്ല. മാതൃകാപരമായിട്ടുള്ള കല്യാണം ആയിരിക്കും. ആണോ? മറ്റേ ഇതിനകത്ത് സിനിമ ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. അത് ശരി. കല്യാണം നമുക്ക് താല്പര്യമില്ല. അച്ഛനും അമ്മയൊക്കെ മാത്രമേ വിളിക്കുള്ളൂ. അത്യാവശ്യം ബന്ധുക്കള് ഒരു 10-25 പേര് വരുന്നവരെ, പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് വീട്ടിലൊരു പാർട്ടി നടത്താം. സമയമാകുന്നുള്ളടാ. അതാ സമയമായില്ല ദാസാന്നോ? 45 വയസ്സായി മൂക്കി പല്ലും കിടത്തി. ഇനിയും സമയമായില്ലെങ്കിൽ ഇന്ന് നടക്കാന് പ്രായം കൂട്ടി പറയാതെ. എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. ഈ ഒരു ദിവസം ഈ ഹൈവേ കൂടെ പോകുന്ന റോഡുകളെല്ലാവേ ഒന്ന് നോക്കി കഴിഞ്ഞാൽ എത്ര സൈസ് സാധനങ്ങളുണ്ടല്ലേ, എന്തെല്ലാം ആവശ്യങ്ങൾക്ക്. അതെ അതെ, വ്യത്യസ്തമായ സാധനങ്ങൾ അതെല്ലാം. ഈ കുഞ്ഞു ബൈക്കിലോട്ട് നോക്കിയേ. അതുകൊണ്ടോ പെട്ടിക്കട സൈഡിലേക്ക് പിടിച്ചേക്കാ. അതെ, വേറൊരു ബൈക്കുണ്ട്, അത് ഇങ്ങോട്ട് നോക്കാം. ഈ വഴിയിലും ബമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ രാവിലെ ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലർ വേറൊരു വണ്ടിക്ക് ഇട്ടിടിച്ച കണ്ടില്ലേ? അല്ല, നമ്മൾ കഴിഞ്ഞ രാജസ്ഥാൻ ട്രിപ്പ് പോയപ്പോൾ ആളെ ലൈവ് കണ്ടില്ലേ വണ്ടിക്കകത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബമ്പിൽ മുന്നേ പോയ വണ്ടിക്കാരൻ ചവിട്ടി. ഒരു 12 വീലാണോ 14 വീലോ ഒരു വണ്ടി, ഗുജറാത്ത് വണ്ടിയാണെന്ന് തോന്നുന്നു. ആ വണ്ടിയുടെ പുറകിലിടിച്ച്. ആ വണ്ടിയില്ല, ആ വണ്ടി പോയി. ക്യാബിൻ മൊത്തം പോയി അവിടെ കിടക്കുന്നു. ലോറി അല്ല, ടാറ്റയുടെ 12 വീലാണോ 14 വീലാണോ എന്ന് നോക്കുന്നില്ല. മുന്നേ പോയ വണ്ടി ചവിട്ടി മറ്റേ പറയുന്ന ആളെ ശ്രദ്ധിച്ച് കാണുകയല്ല, അല്ല ചവിട്ടിട്ട് നിന്ന് കാണുകയല്ല. ചെറിയ ഇത് കാണാതെ വല്ലതും വന്നാലേ ശ്രദ്ധ കുറവുകൊണ്ട് വന്നാൽ അങ്ങനെ അടിക്കുന്ന അത് എത്ര പമ്പാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെന്നു വെച്ചാൽ ഒരു കിലോമീറ്ററിനകത്ത് ഇതിപ്പോൾ നാഷണൽ ഹൈവേ ആണെന്ന് ഓർക്കണേ, 4 ലൈനും. ഇത് 1 കിലോമീറ്ററിനകത്ത് 2-3 സ്ഥലത്തുണ്ട്. ഇത് KL9X 4300 ഒരു കേരള വണ്ടി കണ്ടു. ലോറികളെല്ലാം എന്നാ സംഭവിച്ചാലും റൈറ്റ് സൈഡിൽ കൂടെ പോവുള്ളൂ. നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യണം. ബൈക്കാർക്ക് കൊടുത്തേക്കാം. ബൈക്കാരിങ്ങനെ നിരന്ന് പോകുന്നതുകൊണ്ടായി ലോറിക്കാരെല്ലാം റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത്. ആ കാണുന്ന എല്ലാം സബോളയുടെ ഗോഡൗണുകളാ. ഇത് പുല്ല് വെട്ടുന്നോ? ആയിരിക്കും അങ്ങനെ എന്തോ സംഭവമാണ് അല്ലേ. നല്ല ഫ്രഷ് ഉള്ളി ഉണ്ടോ. എത്ര ട്രാക്ടർ കിടക്കുന്നത് വെച്ച് നോക്കി. സവോളയും കൊണ്ട് വന്നേക്കുന്നത്. ഉള്ളി എന്ന് പറഞ്ഞാൽ സവോള എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ട്രാക്ടറുകളില്ല ഈ പാടത്തുനിന്ന് കൊണ്ടുവരുന്ന പറിച്ചോണ്ട്. ട്രാക്ടർ ആകുമ്പോൾ എവിടെ ഇറങ്ങിച്ചെല്ലുമല്ലോ.
അതൊക്കെ അതെ കണ്ടോ. അതും കുടമാണ്. അവിടെ ഒരു ലോറി കയറ്റുന്നുണ്ട് ഇവിടെ. സിനിമയിലെ ഡയലോഗ് പോലെ എന്തെല്ലാം നാട് കണ്ട്, എന്തെല്ലാം ആൾക്കാരെ കണ്ട്, അതെ, ഓരോ മനുഷ്യരുടെ ജീവിതവും. അതെ അതെ. ഒരു കഷ്ടപ്പാടും ദുരിതവും. അത് ഈ ലോറി യാത്ര ഭയങ്കര ഒരു അനുഭവം തന്നെയല്ലേ. അതെ അതെ. അല്ലാതെ നമ്മൾ കാറുകളൊന്നും പോയാൽ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലേക്കോ അല്ലെ ജനങ്ങളിലേക്കൊന്നും അത്ര ഇറങ്ങിച്ചെല്ലാൻ പറ്റിയല്ല. അത് സാധാരണക്കാരുടെ ഓരോ കാര്യങ്ങളൊക്കെ. അതെ അതെ. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഗ്രാമീണരായ ആൾക്കാരെ പോലെ ഇല്ലെങ്കിൽ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മളും. പരിപാടിയൊക്കെ കണ്ടാലേ രാജാവിന്റെ പോലുള്ള നടത്തും, പട്ടിയുടെ കിടത്തും. അതെ അത് തന്നെ. എവിടെയും സമാനമായിട്ട് കിടക്കാൻ പറ്റുമോ? കിടക്കുന്ന പോലല്ലേ അനക്കം കേട്ട് അന്നേരം തല പൊക്കി നോക്കണം. കള്ളന്മാരോ കള്ളനാണോ പോലീസാണോ പിടിച്ചെറുകാരാണോ? ഇവിടെ സവോള പറിച്ച് കയറ്റുന്നു. ക്യാമറാമാൻ മുമ്പേ ഓടിച്ചപ്പോഴാന്ന് തോന്നുന്നു ഒരു ആണി കയറിയിട്ടുണ്ട്. പിന്നെ അതിന് ആ മോശം വഴിയൊക്കെ കൂടെ കുറച്ച് ഓടിച്ചില്ലായിരുന്നോ? ആണി ഒരെണ്ണം കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഉള്ളിലോട്ടുണ്ടോന്ന് നോക്കണം. ഉള്ളിലോട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കാളി. കാറ്റ് കുറവൊന്നും ഇല്ലല്ലോ. ഇല്ല, അത് കയറിയല്ല. സൈഡിലേക്ക് കയറിയേക്കുന്നെന്ന് തോന്നുന്നല്ലേ. ഞാനിപ്പോ നോക്കി ശ്രദ്ധിച്ചോണ്ട് കണ്ടു. ചെറുതായിരുന്നു. അതെ, അതേക്കാലും അകത്തോട്ട് കയറിയില്ല. അതിനൊരു വളവും ഉണ്ടായിരുന്നു. നമ്മളെ നേരത്തെ വരുന്ന വഴിക്ക് വന്ന ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലാണ് വന്ന് ചേരുന്നത്. മന്മാട് നിന്ന് നേരെ മാലകാവത്തുനിന്ന് ഇവിടെ എന്നിട്ടാണ് ഈ ഹൈവേ കയറുന്നത്. നമ്മളിപ്പോൾ അവിടെ ഒരു പാലം പോയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും കറങ്ങി ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. വല്ലാത്തൊരു കറക്കമായി പോയി. ഇതുണ്ട് ആർമിക്കുള്ള പുതിയ വണ്ടിയാണ് കേട്ടോ. കൊള്ളാല്ലേ. വീൽ കപ്പൊക്കെ ഉണ്ട്. മഹേന്ദ്രയുടെ തോന്നുന്നു. അതെ, ക്യാബിൻ കണ്ടപ്പോൾ ഞാൻ അടുത്ത് മഹേന്ദ്രയാണ്. പക്ഷേ അശോക് ലൈലൻ്റെ കേട്ടോ, ലൈലൻ്റെ വണ്ടിയാണ്. അല്ല, മറ്റേ ക്യാപ്റ്റൻ അവതാറോ അതുണ്ടാ. അല്ല, അത് ആയിരിക്കില്ല, ക്യാബിൻ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ആർമിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വണ്ടികളല്ലേ. ഈ നദിയിലാണ്ട് മതിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ടോ? അല്ലേ, പിന്നെ ചെക്ക് ഡാം ആയിരുന്നായിരിക്കും. അതെല്ലാം പൊളിഞ്ഞു. ഞാൻ എന്നാ നടത്തില്ല, അതെല്ലാം പൊളിഞ്ഞു പോയി. ഇതേനാന്ന് നോക്കിയേ. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ഥലം മാലഗാവാണ്. ഇനി അടുത്ത ദുലൈ. അത് മറ്റേ ലോഡ് ചെയ്യുന്ന സാധനം വല്ലതും ആയിരിക്കും. മറ്റേ എന്ന് പറഞ്ഞുള്ള സാധനം കണ്ടോ. അടിപൊളി വണ്ടിയല്ലേ. ക്യാബിൻ കൂടെ പുറകിലൊരു ക്യാബിൻ കൂടെ ഉണ്ട്. 2-3 പേർക്ക് ഇരിക്കുക അവിടെ, 3-4 പേർക്ക്. മുന്തിരി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അല്ലേ. കഴിഞ്ഞ ദിവസം കൊടകിന് പോയിട്ട് ഞങ്ങൾക്ക് ഒരു പറ്റി. എനിക്ക് നാടൻ കോഴി മേടിക്കാൻ നിർത്തി. 650 രൂപയായി. ഞാൻ കുറച്ച് പൈസ എൻ്റെ ഉണ്ടായിരുന്നു. പൈസ കയ്യിലിരിക്കട്ടെന്ന് കൊണ്ട് ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ ഗൂഗിൾ പേ ചെയ്തപ്പോൾ ഓരോ അക്കൗണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ അതേന്ന് കട്ടായില്ല. അതേന്നായില്ല. ഉടനെ ഞാൻ വേറെ നമ്മുടെ ബാങ്കിൻ്റെ തന്നെ വേറെ ബാങ്കിൻ്റെ നിന്ന് അത് തന്നെ ഗൂഗിൾ പേ ചെയ്തു. അതും കട്ടായില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ബാങ്കിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുന്നുണ്ട് പൈസ കൊടുത്തു. 650 രൂപ കൊടുത്ത് സാധനം മേടിച്ച് ഞങ്ങളിങ്ങ് പോന്നു. അവിടെ കൊണ്ട് ചിക്കൻ കറിയൊക്കെ വെച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഇത് ഫോണിന് മെസ്സേജൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2 അക്കൗണ്ടിൽ നിന്ന് 650 രൂപ വീതം കട്ടായേക്കുന്നു. പൈസയും കൊടുത്തു. അപ്പം 1950 രൂപ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഏതൊക്കെയാലും ഞങ്ങളുണ്ടല്ലോ അവിടുന്ന് മേടിച്ചൊരു 4-5 കിലോമീറ്റർ ഇപ്പറയാ ഈ വണ്ടി നിർത്തി അന്ന് അവിടെ കിടക്കാന്നും പറഞ്ഞ് അവിടെ വെച്ചാ ഈ കറി വെച്ചത്. അല്ലെങ്കിൽ അങ്ങ് പോയേനെ. അപ്പം അന്നേരം പിന്നെ ഏതൊക്കെയാലും ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു ഓട്ടോ വിളിച്ച് അവിടെ വരെ പോയി. കടയിൽ ചെന്നപ്പോൾ കടയിൽ സ്റ്റാഫാണ് ഉള്ളത്. അപ്പം ആ പയ്യന് ഓണറുടെ നമ്പർ തന്നു. പുള്ളിയെ വിളിച്ചു. പുള്ളി അക്കൗണ്ട് നോക്കിയപ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. അപ്പം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത് ബാങ്കിൽ ചോദിച്ചു. പിന്നെ സിജോയോട് ചോദിച്ചു. സിജോ പറഞ്ഞു ചിലപ്പോൾ അത് അങ്ങനെ ആവാത്ത പൈസ സാധാരണ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു കയറുക ചെയ്യുന്നത്. തിരിച്ചു കയറുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് പിന്നെ അവിടുത്തെ അയാളുടെ നമ്പർ ആക്കിയാലും മേടിച്ചു. നമ്പർ മേടിച്ചുകൊണ്ട് ഈ പോന്നു. അപ്പം അങ്ങനെ കട്ടായി ചില സമയങ്ങളിൽ 3-4-5 വർക്കിംഗ് ഡേ ഒക്കെ എടുക്കും ഈ പൈസ തിരിച്ചു കയറാനേ. പിന്നെ 2-3 ദിവസം നോക്കിയിട്ടും പൈസ വന്നില്ല. അപ്പം അന്ന് നോക്കുമ്പം പിന്നെ ഗൂഗിൾ പേയിൽ നോക്കുമ്പോൾ ഇത് പ്രോസസ്സിംഗ് എന്നായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഇല്ല, പ്രോസസ്സിംഗ് തന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമായിരിക്കുമെന്ന്. അപ്പം ഇന്നലെ ഞാൻ പിന്നെ ഈ കാര്യം ഓർത്തേ. ഇന്നലെ നമ്മുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ഈ പൈസ വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ നോക്കുമ്പം അത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് 2 ട്രാൻസാക്ഷനും കംപ്ലീറ്റഡ്. അപ്പോൾ 1300 രൂപ ചിക്കൻ കടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ ഒരു നാടൻ കോഴിയുടെ വില കേട്ടല്ലോ നീ. 1950 രൂപയായി.
അതെ, ഉത്സവപ്പറമ്പിൽ ചെന്ന് ലേലം വിളിച്ചാൽ പോലും ഇത്ര ആവുമല്ലോ. ആ പക്ഷെ ബാക്കിയൊക്കെ ഇപ്പം നമ്പർ ഉണ്ടല്ലോ അയാളുടെ. അപ്പം ഞാൻ വിളിച്ചു, ഇന്നലെ വൈകുന്നേരം ഞാൻ പുള്ളിയെ വിളിച്ചു ഇന്നോട്ട്. അപ്പം പുള്ളി അന്നേരം പറഞ്ഞു കേട്ടോ, അത് അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, ഒരു അരമണിക്കൂർ ഞാൻ ഗൂഗിൾ പേ തിരിച്ച് ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇന്നലെ പിന്നെ പുള്ളി ചെയ്തേക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വിളിച്ചില്ല. രാവിലെ നോക്കിയപ്പോഴും പൈസ വന്നിട്ടില്ല. ഞാൻ പിന്നെ പുള്ളിയെ രാവിലെ വിളിച്ചു, പുള്ളി മറന്നു പോയതായിരുന്നു തോന്നുന്നു. അന്നേരം തന്നെ പൈസ അക്കൗണ്ടിൽ ഇട്ടേച്ച് പുള്ളി വിളിച്ച് പറഞ്ഞു അത് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളിപ്പം അവിടെ തന്നെ നിന്നുകൊണ്ട് ഇവരുടെ നമ്പർ കിട്ടുകയും സംസാരിക്കാനൊക്കെ പറ്റിയേ. അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്നതിന് ഒന്നും പറയാനില്ല, പൈസ 3G ആയെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നടക്കുകയല്ലോ. അല്ല ഇത് ഇവിടെ അല്ല നമ്മൾ കയറി, ഇവിടെയാണ് കയറിയത്. നേരത്തെ എങ്ങാനും കയറിയിട്ടുണ്ടായിരിക്കും. ഇവിടെ നല്ല അടിപൊളി പാർക്കിംഗ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഓ ആടുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വണ്ടികൾ നിർത്തിയിട്ടേക്കോ പോകാൻ വേണ്ടി. എന്താണ് അല്ലേ, ഇത്തിരി ഉണ്ട്. എന്നാ വലിയ ഹോട്ടലുകളാണ് നോക്കിയേ, നല്ല പാർക്കിംഗ് സൗകര്യമുള്ള. കാറ് കൊണ്ടുപോകുന്ന വണ്ടികൾ തന്നെയാണല്ലോ കിടക്കുന്നത്. ഇഷ്ടം പോലെ സൗകര്യമല്ലേ വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ അല്ലേ. നല്ല ഹോട്ടലും കേട്ടോ, നല്ല ചെറിയൊരു പാർക്കും ഉണ്ടല്ലോ. ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, റൂം വാടകയ്ക്ക്. അങ്ങനെ അതിന് റൂമിനൊന്നും വലിയ വാടകയൊന്നുമില്ല. അവർ 1000 രൂപയ്ക്ക് താഴെ ഉള്ളൂ ഡബിൾ റൂമിന് വാടക. നല്ല സൗകര്യമുണ്ട്. മഹാരാഷ്ട്ര എന്നാ വലിയ സ്റ്റേറ്റാ അല്ലേ, വലിയ സ്റ്റേറ്റാ. ഇതേ ആടുകളെല്ലാം ഈ 2-3 കാളകളും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. അതെ, അവരായിരിക്കും നോക്കുന്നത്. ഇത് ഈ ബമ്പേ നമ്മളിപ്പോൾ കയറിയ ബമ്പില്ലേ, ഈ ബമ്പേ കയറിയിട്ടായിരിക്കും. ചാടിച്ചു വിടുന്ന വണ്ടിക്കാരുണ്ട്. ടാറ്റയുടെ വണ്ടി ചാടിച്ചു വിടാം, ഇത് ചാടിച്ചു വിട്ടാൽ ഭയങ്കര ചാട്ടം. ഇതേ ഈ വണ്ടി മിക്കവാറും ഉണ്ടല്ലോ, ഇത് സവോളലോടാ. അതേ ചാടിയാ, ഇതിൻ്റെ ലീഫ് ഒടിഞ്ഞു കേട്ടോ, ലീഫ് ഒടിഞ്ഞാ കേട്ടോ. സവോളയും കയറ്റി വെച്ചിട്ടേ അതിനും സമയമുള്ളതാ. ലീഫൊക്കെ ഒടിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ വണ്ടിക്കാരൻ്റെ പകുതി വാടകയും കിട്ടുകയില്ല. 1/2 കിലോമീറ്റർ പോലും ആയില്ല അടുത്ത. ഇൻഡോർ 290, ദുലൈ 27. നമ്മുടെ ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കേസിന് പോകും. അതെ, ഇവിടെ ഒന്നും അങ്ങനെ ഇവിടെ സാധാരണക്കാർ അവരൊക്കെ അതിനുള്ള ഒരു ഇതൊന്നും ആർക്കും ഇല്ല. പ്രതികരണശേഷി കുറവാ. പ്രതികരിക്കും, അവരെക്കാട്ടി താഴെയുള്ള അപ്പാവികളോട്, നമ്മളെപ്പോലെ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരോടാണ് പ്രതികരിക്കും നല്ലപോലെ. അതെ അതെ, പച്ചക്കറി മാർക്കറ്റാ. അവിടെ ഒരു മസ്ജിദും ഉണ്ട്. അത് ഇതാന്ന് തോന്നുന്നു, ദർഹയാന്ന് തോന്നുന്നു. ഇതുണ്ടോ ഈ പോകുന്നതൊക്കെ മുന്തിരിയിലോടാ, ട്രൈക്കകത്താ. അതെ അതെ, ലോഡ് കെട്ടിയിരിക്കുന്നുണ്ടോ സൈഡിൽ കൂടെ മേലെ കൂടെ ഇങ്ങനെ കമ്പ് വിലങ്ങാൻ വെച്ചിട്ട് മറ്റേ ഈ ട്രേ ചളങ്ങത്തുമില്ല. ചളങ്ങി കഴിയുമ്പോൾ ഇതിനകത്തെ സാധനം ഡാമേജ് ആവുമല്ലോ, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാ. ഇതുണ്ടോ ഒരു ലൈറ്റ് ലോഡ് പോന്നെ. അതെ, ചോളത്തിന്റെ ഒക്കെ വേസ്റ്റ് ആണ്. അതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പശുവിന് കൊടുക്കാനല്ലേ കൊണ്ടുപോകുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ ഇതൊന്നും പശുവിനെ വളർത്തിയിട്ടില്ല, പശുവിനെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അല്ല ആയിരിക്കും ഞാൻ പറഞ്ഞ. അല്ല പിന്നെ ഇതിന് തന്നെ ഉപയോഗം. അല്ല വല്ല കാലിത്തീര കമ്പനിയിലോട്ട് കൊണ്ടുപോകായിരിക്കും. ആണെങ്കിയാണ് റംബിൾ സ്ട്രിപ്പ്. അതാ അതിന്റെ അടുത്ത് തന്നെ ബോർഡ് വെച്ചേക്കുന്നത്. അതെ അതെ, അന്നേരം കാണാം, അതിന് വേണ്ടിയിട്ടാ. ഇത് ഇവിടെ നേരത്തെ ബോർഡുണ്ട് കേട്ടോ, റംബിൾ സ്ട്രിപ്പ് 100 മീറ്റർ കയറും. അവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചേക്കുന്നത്. ശരിക്കുമേ ഇതുപോലെ ഈ ബമ്പുണ്ടാക്കി വെച്ചേക്കുന്നുണ്ടേ എന്ത് ഡീസൽ നഷ്ടവും അല്ലേ. ഡീസൽ നഷ്ടവും സമയനഷ്ടവും, അതുപോലെ തേയ്മാനം, ടയറിന് തേയ്മാനം, ലൈനർ തേയ്മാനം. വണ്ടിക്ക് എന്നെ അലച്ചിലാണ്. അപകടം. അതെ, ഈ പറഞ്ഞുള്ള അപകടങ്ങളും വണ്ടി കിട്ടുന്നത് കഷ്ടപ്പെടുത്തുന്നു. അതെ, അല്ല എക്സ്പ്രസ് ലോഡും കൂടെ ആണെ പൂർത്തിയായി. അതെ, അപ്പം അതെ, ഇതൊക്കെ എന്നാന്ന് വെച്ചാലേ ഈ വണ്ടിയല്ല ലോറി ഓടിച്ചാൽ മാത്രമേ ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് ചവിട്ടി അടുത്ത് ഗിയർ കൊടുത്താൽ പോരെ അല്ലേ. പറയുമ്പോൾ തീർന്നു. നമുക്ക് പിന്നെ 6 ഗിയർ വരെ മതി. അപ്പൊ ഈ ടിപ്പറും അതുപോലുള്ള വണ്ടിയോ 1 തുടങ്ങണം. അതെ ചവിട്ടിയിട്ട് അതുവരെ ശരിയാ. നമ്മൾ ഈ ഒരു ദിവസം 1000-800-900 കിലോമീറ്റർ ഓടുമ്പോഴും എന്ത് ചവിട്ടണം. അതുമല്ല പിന്നെ ടിപ്പറിന് തന്നെയല്ല, ഈ 14 വീലും 16 വീലും വണ്ടിക്കെല്ലാം 9 ഗിയർ ആണല്ലോ, 9+1 ആണല്ലോ. അത് ഈ പറഞ്ഞ പോലല്ലേ, 1 പിന്നെ തുടങ്ങണമല്ലോ. ഒക്കെ ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ആര് കാണാനാ. അതെ അതെ, പിന്നെ നമ്മൾ അറിയാതെ സ്മരിച്ചു പോകും.
ദുലെ 16, ഇൻഡോർ 279, ആഗ്ര 890. ഇപ്പോഴേ ഇത് കണ്ടോ, 1 കിലോമീറ്റർ തയ്ച്ചാൽ നമുക്ക് ഓടാൻ പറ്റിയല്ല. ഈ മലയുടെ മുകളിൽ പോയിരിക്കാൻ തോന്നുന്നു കേട്ടോ. അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഇനി വല്ല അമ്പലം വല്ലതും ആണോന്നും അറിയത്തില്ല. വ്യൂ പോയിന്റ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ കയറിയാൽ ഇതെല്ലാം കാണാമല്ലോ. ആയിരിക്കും. ഇപ്പൊ കയറാൻ സമയമില്ല, കൊണ്ട് പോയേക്കാം. അതെ. വിസ്തൃതിയിലെ 3ാമത്തെ വലിയ സ്റ്റേറ്റും ജനസംഖ്യയിലെ 2ാമത്തെ വലിയ സ്റ്റേറ്റുമാണ് മഹാരാഷ്ട്ര. ഈ മഹാരാഷ്ട്രയിലെ മറാഠിയല്ലേ അതിന്റെ ഒരു ഔദ്യോഗിക ഭാഷ എന്ന് പറയുമ്പോൾ മറാഠിയല്ലേ? അതെ. പക്ഷേ എനിക്ക് കൂടുതൽ ഇപ്പൊ നമ്മൾ ബോംബെയിലൊക്കെയാണ് എല്ലാവരും ഹിന്ദിയാ കൂടുതൽ എവിടെയൊക്കെ സംസാരിക്കുന്നത്. ഹിന്ദി ആയിട്ട് മറാഠിക്ക് നല്ല സാമ്യമുണ്ട്. പിന്നെ എല്ലാവർക്കും ഹിന്ദി അറിയാം. ആ അതെ, ഇവിടുത്തെ മറാഠി മിക്സ് ഹിന്ദിയാ. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. ഓരോ അവിടുത്തെ ഭാഷയായിട്ട് സാമ്യമുള്ള ഹിന്ദിയാണ്. അതുപോലെ മറാഠി എഴുതി വെച്ചേക്കുന്നത് കണ്ടാൽ നമുക്ക് കുറേയൊക്കെ വായിക്കാൻ പറ്റും. എന്നാൽ ഹിന്ദി പോലെ തന്നെയാണ്, നല്ല സാമ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഹൈവേ കയറിയിട്ട് ടോൾ എടുത്തില്ലായിരുന്നല്ലോ അല്ലേ? ആദ്യത്തെ ടോളാണ്. ഇവിടെ 940 രൂപ മൾട്ടി ആക്സില്. 940 എഴുതിയേക്കുന്നത്. നീ നിറച്ച് കമ്പ് കൊണ്ട് വെച്ചേക്കുന്ന ഈ വഴിയിലോ? അപ്പൊ അതുമല്ല, കുറെ നേരമായിട്ട് ടോൾ ഇല്ലായിരുന്നില്ല, എല്ലാം കൂടെ ചേർത്ത് അങ്ങ് എടുത്താ. ചെലവുണ്ട്, അതുകൂടെ നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് നല്ല ചെലവുണ്ടല്ലോ, ഡീസലൊക്കെ അങ്ങോട്ട് നല്ലപോലെ കത്തി തീരെയല്ലേ? നമുക്ക് ചെലവേ ഉള്ളൂ. നമ്മുടെ കാര്യമൊന്നും പറയണ്ട. പള്ളിക്ക് കണക്ക് കണ്ടാ പോരെ, പേപ്പർ കിട്ടുന്നില്ല ഇഷ്ടം പോലെ. അതെ, അതുള്ളൂ. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതുണ്ടോ, ലെഫ്റ്റിലേക്ക് സൂററ്റ് 223. നമ്മൾ കഴിഞ്ഞ ദിവസം നവാബ്പൂർ ബോർഡർ വഴി ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ട് പോയത്. മനസ്സിലായോ? ഇത് ഗുജറാത്ത് ബോർഡറിലേക്ക് പോകുന്ന വഴിയാണ്. നവാബ്പൂർ ബോർഡർ വഴി സൂറത്തിലേക്ക് പോവാം. ഇതൊക്കെ ഗുജറാത്തിൽ നിന്ന് വരുന്ന വണ്ടികളായിരിക്കാം. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് ചാലീസ്ഗാവ്, നമ്മുടെ കന്നഡ് ഘാട്ടൊക്കെ കയറി നമ്മൾ ഔറംഗാബാദ് വഴി പോകുന്നത്. പക്ഷേ അതവിടെ ഘാട്ട് ബ്ലോക്കായപ്പം അവിടെ ടണൽ പണിതുകൊണ്ടിരിക്കുക. ആ ടണൽ പണി പൂർത്തിയായാൽ പിന്നെ നമുക്ക് ഇത്രയൊന്നും കറങ്ങേണ്ട കാര്യമില്ല. ഇതിലേ വരാം, നല്ല സുഖമായിട്ട്, നല്ല അടിപൊളി വഴി. അതുകൊണ്ട് ഈ വഴി, ആ വഴി അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പം ഇതുണ്ടോ, എല്ലാം സബോളയിലൂടെ കയറി കിടക്കുന്നത്. എന്ത് വണ്ടികളാണ് കിടക്കുന്നല്ലേ? ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതെ. പിന്നെ മുടിഞ്ഞ തിരക്കുമായിരിക്കും. അപ്പറേ സേന്തുവല്ല ബ്ലോക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ഈ മഹാരാഷ്ട്ര ബോർഡറിൽ വലിയ പ്രശ്നം വരികയല്ല. എന്നുവെച്ചാൽ അവിടെ പെട്ടെന്ന് പാസ്സായി പോകും. അപ്പറേ പാട്. അവിടെ വലിയ ബ്ലോക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു നമുക്ക്. അതെ. ഇപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുംബൈ ആഗ്ര നാഷണൽ ഹൈവേയിൽ കൂടെയാണ്. ഇപ്പം ദുലെ കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഷിർപൂർ, സേന്തുവ അങ്ങനെ പോകും. ഷിർപൂർ മഹാരാഷ്ട്ര ബോർഡർ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞ് മധ്യപ്രദേശിൽ കയറും വൈകുന്നേരത്തോടെ. ഇതുണ്ടോ, വലിയ വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നല്ലേ? ചെറിയൊരു ലോഡ് കിടക്കുന്നുണ്ടോ? അത് വലിക്കുന്ന പിള്ളേർ എങ്ങാണ്ട് പോയേക്കാം. അപ്പം അത് ഞാൻ വൈകിട്ട് രാത്രിയിലൊക്കെ പോകത്തുള്ളായിരിക്കും. എത്ര ടണ്ണായിരിക്കും അല്ലേ? മഹാരാഷ്ട്ര MP ബോർഡർ ദുലെ ഹൈവേ. മഹാരാഷ്ട്ര തീരാറാവുന്നല്ലോ. മഹാരാഷ്ട്ര ഇപ്പം തീരും, ഒരു 30 കിലോമീറ്റർ കൂടെ കാണുള്ളൂ. ഇവിടെ മുമ്പത്തെ പോലെ ആണോ എത്ര ആണെന്നൊന്ന് നോക്കാം. അതല്ല, ഇവിടെ 800 രൂപ കേട്ടോ. അതേണ്ടേ 326 ആക്സിൽ. ശക്കലം കുറഞ്ഞു പോയല്ലേ? 800 രൂപ. അപ്പുറം എത്ര? 940, 910 അങ്ങനെയുണ്ടായിരുന്നു മുമ്പ്. നല്ല ടോളുകളല്ല അല്ലേ? നല്ല കനത്തിനുള്ള ടോളുകൾ. മെച്ചം ഇല്ല താനും. എന്നിട്ടെന്നാ എവിടെ നിന്നും ഒരു വാഷ്റൂം പോലും ഇല്ല താനും ഈ ടോളും മേടിച്ചിട്ട്. ഇവരൊക്കെ ഒരു ലോഡ് കയറ്റി എത്ര ദിവസം കൊണ്ടായിരിക്കും കൊണ്ടിറക്കുന്നത്? അതെ. ഗ്വാളിയർ 895, ആഗ്ര 850. സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ട് പെട്ടെന്ന് പോരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ലോഡങ്ങ് എത്തിക്കണ്ടേ? അതെ. അല്ല, അതിലേം പോകാൻ വേണമെങ്കിൽ വേണ്ട. എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മോഹൻലാലൊക്കെ വീട് നോക്കുന്ന പോലെ 150 രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ AC എന്നൊക്കെ പറഞ്ഞ പോലെ ടോൾ അധികം ആകരുത്, വലിയ തിരക്കുണ്ടാവില്ല, നല്ല വഴിയായിരിക്കണം, എത്രയും പെട്ടെന്ന് എല്ലാവരും പറയും അങ്ങനത്തെ വഴി വെക്കണം. ഹാസനും വിജയനും കൂടെ വീട് നോക്കുന്ന പോലെ. അതെ, അതുപോലെയുള്ള വഴി പ്ലാൻ ചെയ്തു. ഇങ്ങോട്ടൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്കല്ലേ ഇവിടെ എല്ലാം മോശമായിരുന്നു. ഇപ്പം എന്നാണല്ലോ ഒന്ന് റീടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ ടോൾ കൂട്ടിയത്? അല്ലേ, നേരത്തെ എത്രയാണെന്ന് അറിയത്തില്ല, നോക്കിയിട്ടില്ലല്ലോ. എനിക്കാലും ദുല കഴിഞ്ഞ് ഇങ്ങോട്ട് പമ്പുകൾ ഇച്ചിരി കുറവുണ്ടല്ലേ? അവിടെ വരെയാ കുറേ ഭയങ്കര പ്രശ്നം.
ഇനി ഇങ്ങോട്ട് അത്രയും തിരക്കുമില്ല വഴിയിൽ. നർദാനാന്ന് ഈ സ്ഥലപ്പേര്. ഐ ലവ് നർദാന. ഓ വണ്ടിക്ക് എന്നാ പറ്റിയൊന്നും പറ്റിയില്ല. DJ പാർട്ടി കേട്ടോ, DJ വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ്. ഈ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ, അതിനു വേണ്ടി മാത്രം പണിതേക്കുന്ന വണ്ടികളാണ്. പല പേരിൽ അറിയപ്പെടുന്ന ഒരു നദിയാണ് തപി റിവർ. ചിലത് പിന്നെ എന്താന്ന് പറയും, തപ്തി റിവർ എന്ന് പറയുന്നത്. തവിയാണേലും കവിയാണേലും തവിയാണേലും നമുക്ക് വിഷയമില്ല. അതെ, എന്നാലും നദി വെള്ളമുണ്ട്. ആ വെള്ളമുണ്ട് ഇഷ്ടംപോലെ. അല്ല തപീന്നോ താപ്തിന്നോ ഒക്കെ പറയാം. അതെ, ഈ സ്ഥലപ്പേരും ഈ നദികളുടെ പേരും ഇല്ല പാലത്തിൻ്റെ പേരും ഒക്കെ ഓരോരുത്തരും ഓരോ രീതിക്ക് പറയും. ഇത് കേൾക്കുമ്പോഴേ സംഭവം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ, നമ്മുടെ എല്ലാപ്പൂര് വഴി നമ്മൾ പോകുമ്പം കൽഗഡ്കി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ശരിക്കും കൽഗഡ്കിയാ സ്ഥലം. അതിന് എത്ര പേര് പറയും, ഓരോ പേരാ ആൾക്കാർ പറയുന്നത്. എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായി. അതെ, കാര്യം മനസ്സിലായല്ലോ സംഭവം എന്നാന്ന്. അത്രേ ഉള്ളൂ. ഈ സ്ഥലത്തിനെ പറഞ്ഞേ എന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ കുണ്ടയ്ക്ക് എത്ര പേരാ പറയുന്നതെന്നറിയോ, കുമ്മട്ട എന്ന് വേണ്ട. നമ്മളും ചില സ്ഥലപ്പേരൊക്കെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തന്നെയാ. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പേര് പറഞ്ഞാലും അതേപോലെ. അതിനാണ് ഈ പറയുന്നത്, ഞാൻ സാബുന്ന് എഴുതും, ഇപ്പൊ സണ്ണിന്ന് വിളിക്കുന്നെങ്കിലും കേറിക്കോണമെന്ന് പറഞ്ഞിട്ട്. അതെ അതെ, ഈ നമ്മൾ ഇത്രയും യാത്ര ചെയ്യുമ്പോൾ എന്തേരം സ്ഥലങ്ങള് ഇതെല്ലാം നമുക്ക് അത്ര കറക്റ്റായിട്ട് അങ്ങനെ. അതുമല്ല അല്ല, ഏറ്റവും വിഷയം എന്നാന്നറിയോ, വണ്ടി ഇങ്ങനെ ഓടി പൊക്കോണ്ടിരിക്കുമ്പോഴേ ഈ സ്ഥലം കണ്ടേച്ച് പറയുന്നത്. അതെ, ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ, അതിനിടയ്ക്ക് ചിലപ്പോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അല്ലേ. ഇവിടെ ഒരു ശകലവും കൂടെ മയമുണ്ട് കേട്ടോ. 620 രൂപ. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ്. അതെ, മഹാരാഷ്ട്രയിലെ ലാസ്റ്റ് ടോൾ ബൂത്ത് ആയിരിക്കും. ഇവിടെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഇൻഡോർ 207, ചോപ്ര 57. അപ്പം മഹാരാഷ്ട്ര തീരാറായി, ഷിർപൂരായി. എന്ത് ബസ്സാണ് കിടക്കുന്നത് നോക്കി. അതെ അതെ, വാഴത്തോപ്പം ഉണ്ട്, അതിനകത്തുണ്ട് വാഴക്കൊല പൊതിഞ്ഞിട്ടേക്കുന്നല്ലേ. വാഴക്കൊലയാ നീല പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞേക്കുന്നല്ലേ. എന്നാ അടഞ്ഞാ നിക്കുന്നത് നോക്കി. വണ്ടികളല്ലേ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. എന്നാണോ സന്ധ്യക്കല്ലോ എടുത്ത് പോകാനാണോ, ചെക്ക് പോസ്റ്റ് തിരക്കാണോ? മഹാരാഷ്ട്രയിലെ പോലീസിനെ കണ്ടില്ലല്ലോ എന്നോർത്തേ ഉള്ളൂ. എന്ത് വണ്ടിയാണ് നിർത്തിയിട്ടേക്കുന്നതെന്ന് നോക്കിയേ, പോലീസുകാരവിടെ നിൽക്കുന്നുണ്ടാ. അതെ അതെ, ഇനിയിപ്പോൾ അവരെ എപ്പോൾ പോന്നോ അത് കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് പോവുള്ളൂ. തമിഴ് അതാണ്ട് വെളുത്തുള്ളി അത് കേട്ടോ ലോഡ്. എന്നാ ചോദിച്ചു അവിടെ എന്നോട് ചോദിച്ച വണ്ടി എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കാർഡുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാർഡൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കാർഡ് വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നു പോയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ 500 രൂപയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ജബാന്ന് പറഞ്ഞു. അത് അപ്പൊ തന്നെ സാബ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. സാബ് വന്നപ്പോ ഞാൻ ഡ്രൈവറാന്ന് പറഞ്ഞപ്പോഴേ സാബ് വന്നു. പിന്നെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. അവര് സാബ് ചോദിച്ചെന്നേരം അവരോട് ചായ കൊടുക്കണ്ടേന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. നമ്മള് മഹാരാഷ്ട്ര ബോർഡർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. എത്ര ലൈൻ? 5-6 ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ഏറ്റത്തോട്ട് പിടിച്ചോടാ. ഇതിനെ പുറകോട്ട് പിടിച്ചോ. ഒത്തിരി അങ്ങനെ അവിടെ ഒത്തിരി വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഇതിൻ്റെ പുറകെ പിടിച്ചു. ഇവിടെ ഏതൊക്കെയാലും വലിയ ക്യൂ കിടക്കാതെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തൂക്കാൻ പറ്റി. ഇനിയിപ്പോൾ തൂക്കി വെച്ച് അങ്ങോട്ട് RT ഓഫീസിലേക്ക് പോകണം. അവിടെ മുന്നോട്ട് കയറ്റി നിർത്തിക്കോ. അതിൻ്റെ പുറകിൽ എല്ലാം മുന്നിൽ നിർത്തിക്കോ. അവർ വണ്ടി കാണാവുന്ന പോലെ നിർത്തി. എന്നാ ചോദിച്ചു? എന്നോട് കുറേ കാര്യം ചോദിച്ചു കേട്ടോ. ചോദിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തോ കറക്റ്റായിട്ട്? അതൊക്കെ കൊടുത്തു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എന്തുകൊണ്ടാ വണ്ടിയെ പോകുന്നതെന്ന് ചോദിച്ചു. സ്വന്തം വണ്ടിയാണോന്ന് ചോദിച്ചു. പിന്നെ
അത്രയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്ത് തിരിച്ച് മറുപടിയും കൊടുത്താൽ പുള്ളിക്ക് മനസ്സിലായോ? പുള്ളിക്ക് മനസ്സിലായി. ആണോ? മറ്റേ വണ്ടിയെല്ലാം കുറെ വഴി കിടക്കല്ലേ. എന്താണല്ലോ 10-15 മിനിറ്റ് കൊണ്ട് ഈ ചെക്ക് പോസ്റ്റ് പാസ്സായി. ഇനി അപ്പുറം എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പുറമാണ് കൂടുതലും തിരക്ക് വരുന്നത്. അതിനകത്ത് ഇവിടെ 3-4 ലൈൻ ഉണ്ടായിരുന്നല്ലോ, ഓപ്പൺ ആയിരുന്നല്ലോ. അതെ, ഈ MP-ല് അതാ താമസം. ഇവിടെ അത്ര പ്രശ്നമില്ല. അപ്പം പുറയിൽ കുറച്ച് ദൂരം നല്ല വഴിയായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് ചെയ്തിട്ടില്ല ടാറിങ്ങൊന്നും. അതാ പഴയ പമ്പുകളൊക്കെ നിൽപ്പുണ്ട്. അല്ല, തമിഴ്നാട് വണ്ടി ഇത് നോക്കിയാൽ തീപ്പെട്ടിലോടായിരിക്കും കേട്ടോ. നേരത്തെ ഭയങ്കര ഹൈറ്റായിരുന്നു. ഇപ്പോൾ ഈ ഹൈറ്റിനെല്ലാം പിടിച്ച് ഫൈൻ അടിക്കുന്നുണ്ട്, 20,000-30,000. അതുകൊണ്ട് ഹൈറ്റ് കുറച്ചു. ചായ കുടിക്കാനോ വല്ലതും പോയതാണോ? അല്ല, ഇതെന്തോ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക. ട്രെയിലറാ. നമ്മളിങ്ങനെ ഒച്ച എഴുന്ന പോലെ എഴഞ്ഞെഴഞ്ഞ് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അത്ര എഴഞ്ഞെഴഞ്ഞാണോ പോകുന്നത്? പിന്നെ അല്ലേ, 24 ടൺ ലോഡില്ല വണ്ടിയല്ലേ. അതാ പറഞ്ഞത്. കൽഘാട്ട് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൽഘാട്ടും ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു ഘാട്ടാണിത്. എന്ത് വണ്ടികൾ ഇറങ്ങി വരികയും കയറി പോവുകയും ചെയ്യുന്നല്ലേ. ഇങ്ങ് നോക്കി കാണാം. അതുണ്ടോ? ഞാനോർത്തേ ഇത് ഇപ്പൊ തരുമെന്ന്. ചെറു ദൂരമുണ്ട്. അതുകൊണ്ടല്ലേ റിസ്ക് ഉള്ളിടം വന്നപ്പോഴേ മെയിൻ ഡ്രൈവറെ അങ്ങോട്ട് ഏൽപ്പിച്ചത്. ഞാൻ അറിഞ്ഞില്ല ഇത്രയും റിസ്ക് ഉള്ള വായ്പ കിട്ടാൻ പോന്നേന്ന്. വഴി അറിയത്തില്ലായിരുന്നോ? ഇതിലേക്ക് കൽഘാട്ടിന്റെ കാര്യം മറന്നുപോയി. കുറച്ച് നാളായില്ലേ. അതും ഈ എല്ലാ വഴിയും കൂടെ പോകുമ്പോഴേ എല്ലാം കൺഫ്യൂഷനാ മൊത്തം. അപ്പൊ ആ റൈറ്റ് സൈഡിൽ ഇറക്കി ഇറങ്ങി വരുന്നിടത്തേ ഹമ്പുണ്ടല്ലോ. അത് ഒരുപാട് പമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അപകടമാ. അപകടം കൂട്ടുകയുള്ളൂ. ചെറിയ ഒരു ഇതാണെങ്കിലേ കുഴപ്പമില്ല. ഇത് വലുതാ. അതല്ല, 5-6 ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ അപകടം ഉണ്ടാകുന്നത്. ചായ നമ്മൾ പണ്ട് സിനിമാ പേര് കളിക്കല്ലേ എന്ന് പറഞ്ഞാല് സിനിമാ പേര് കളിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. റോഡിന്റെ നടുക്കൂടി ചെടി ഉള്ളതുകൊണ്ടേ ലൈറ്റിന്റെ ഒരു ശല്യം കുറവാ. അതെ, ഈ പമ്പ് എത്ര സ്ഥലത്തുണ്ടെന്നോ ഈ ഘാട്ടില്. അതുപോലെ ഇതൊക്കെ ലൈറ്റ് ലോഡാ. നമ്മളിത് ഘാട്ട് കയറി തീരാറായി. ഘാട്ട് സമാപ്തേ. ഇനി നമുക്ക് പാർപ്പിച്ചോട്ട് പോയേക്കാം. പാർപ്പിച്ചോട്ടോ. ഞാൻ അങ്ങോട്ട് ഈ മഹാരാഷ്ട്ര മൊത്തം ചെറിയ കയറ്റയിറക്കങ്ങളല്ലേ, ചെറിയ കുന്നുകളാണ്. അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര തീർന്ന് മധ്യപ്രദേശിൽ കയറിയായിരുന്നു. അപ്പം മധ്യപ്രദേശ് ബോർഡർ ആർട്ടി ചെക്ക് പോസ്റ്റ് ആകാറായി കേട്ടോ. സേന്ദുവ കയറുന്നതും ഇറങ്ങുന്നതും നീമച്ചു. ഇനി അവിടെ ചെന്ന് എത്ര നേരം നിൽക്കണമെന്നോ? തിരക്കുണ്ടാവുമായിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. വണ്ടികൾ പോകുന്നുണ്ട്. ഒത്തിരി വണ്ടിയുണ്ട്. ബോർഡർ പാസ്സായിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? അത് കഴിഞ്ഞ് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ വന്നാലേ താമസിക്കുന്നവരും ചിലപ്പോൾ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. കൽഘാട്ട് സേന്ദുവ ടോൾവേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ എത്ര ആയിരിക്കും? 1330. ഇത്രയും ടോളാണ് ഇവിടെ. അല്ല, നമ്മൾ ഈ നേരത്തെ വന്നപ്പോൾ എന്നാ ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും രൂപ ആവുന്നുണ്ടോ? ഓരോരുത്തരത്തും നോക്കുന്നില്ലായിരുന്നല്ലോ. അതാ പിന്നെ അവിടെ ചെന്ന് മൊത്തം കൂട്ടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴേ ഇൻറ്റിഗ്രേറ്റഡ് MP ബോർഡർ ചെക്ക് പോസ്റ്റ് 1.5 കിലോമീറ്റർ. നല്ല തിരക്കാ കണ്ടോ. ഇത് ഇച്ചിരി ഇവിടെ പാടുപെടും മിക്കവാറും കേട്ടോ. നോക്കിയേ എന്നാ ലൈനാന്ന് നോക്കിയേ. സേന്ദുവ ബോർഡർ ചെക്ക് പോസ്റ്റിലെ തിരക്കാ, ഭയങ്കര തിരക്കാ കേട്ടോ. നമ്മുടെ ഒരുപാട് സമയം പോകുമെന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല, ഒത്തിരി വണ്ടിയുണ്ട്. നമ്മുടെ ഒരു 2-3 മണിക്കൂറെങ്കിലും പോകുമെന്ന് തോന്നുന്നു. 5 ലൈനിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര തിരക്കാ. നമ്മുടെ വണ്ടി ഒത്തിരി പുറയില്ല, ഒരുപാട് വണ്ടികളുണ്ട് മുന്നിൽ. അതെ, ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു. 5 ലൈനിൽ വണ്ടി പോകുന്നുണ്ട്. പക്ഷേ 5 ലൈനുണ്ട്. 5 ലൈൻ. എപ്പം? അപ്പൊ അതിനൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞേ. വണ്ടി നീങ്ങാണോ? എടുത്തോണം കേട്ടോ. എടുക്കാം കേട്ടോ. നമ്മൾ 1 മണിക്കൂറായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് ഓരോ വണ്ടികൾ ഇങ്ങനെ വന്ന് കുത്തിത്തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഇറങ്ങി നിന്ന് പറഞ്ഞുകൊണ്ടാക്കിയാലന്മാർ അവിടെ നിർത്തി. ഇതുണ്ടോ ഒരുതം കയറി പോകുന്നത്? ഓക്കെ, ഇതാണ് അവസ്ഥ. ആ അണ്ണൻ ഒത്തിരി നേരമായിട്ട് ഇവിടെ നിൽക്കുക. അണ്ണൻ ഇങ്ങനെ വണ്ടി വരുന്നവരന്മാരെല്ലാം ഇങ്ങനെ ഇതിലെ കയറി പോവുക. അങ്ങനെ നിൽക്കുക. കല്ലിൻ്റെ മുകളിൽ കൂടെ വരെ കയറ്റിക്കൊണ്ട് പോയത്. അവിടെ പുറകിലെല്ലാം കുത്തിത്തിരികാരാ.
ആ ലൈനിലെല്ലാം ഒത്തിരി വണ്ടി പോയി. ഈ ലൈനിലാ വണ്ടി പോകാതെ. നമ്മൾ കിടന്ന ഈ ലൈനിൽ ആദ്യം വണ്ടി പോകാതെ. ഈ വണ്ടിയുടെ മുന്നേ ഒരു 3 വണ്ടിയിലും കയറിപ്പോയി. നോക്കിയേ വേബർ ജാലയായിട്ട് കയറുന്ന വഴിയുണ്ടോ? ഒരു വണ്ടിയുടെ 1000, 1500, 2000 ഒക്കെ മേടിക്കുന്ന, എന്നിട്ട് ഇവിടെ ഒന്ന് ശരിയാക്കി ഇടാൻ പറ്റുന്നില്ല. ഇത് ഈ വേവറേജ് ഇല്ല ഇവിടെ, അതാണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൊണ്ട് ഈ മക്കോ ഇതെല്ലാം ഇട്ടേക്കാണല്ലോ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്നതായിരിക്കും. എന്നാ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. നോക്കിയേ വണ്ടി എന്തായാലും നോക്കിയേ, എവിടെയെങ്കിലും ഗ്യാപ്പിലിടുക, എന്നിട്ട് പോവുക. അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം. അവിടെ ഇട്ടോ ആ വണ്ടി അപ്പുറം. ഇതൊരു വലിയ ഈ തിരക്കുള്ള സമയത്ത് വലിയൊരു പണി തന്നെയായി ചെക്ക് പോസ്റ്റ് ബസ്സാണ്. വേറൊന്നുമല്ല, വഴിയിലെ തിരക്ക് പോലെ തന്നെ ചെക്ക് പോസ്റ്റ് വരുമ്പോഴും തിരക്കാണ് ഭയങ്കര. എല്ലാ ലൈനും ഓപ്പൺ അല്ല. അതിനെ ഇവിടെ വന്ന് കുറച്ച് അവിടെ നമ്മൾ വേബ്രിഡ്ജ് വണ്ടി തൂക്കി, അവർ പെർമിറ്റ് നോക്കി, എന്നിട്ട് അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്യുന്ന, അവിടെ നിന്ന് തൂക്കച്ചിട്ട് മേടിച്ച് അവിടെ ഓഫീസുണ്ട്, അവിടെ പോയി ഇത്രയും വണ്ടി നിൽക്കുന്നവൻ ഡ്രൈവർമാരുടെ ക്യൂ ആണ്. ആ ക്യൂവിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വേണം പോകാൻ. അതാ ഇത്രയും വണ്ടികൾ താമസിക്കുന്നു, ഇത് കിടക്കുന്നു, വണ്ടികൾ ഒത്തിരി കിടപ്പുണ്ട്. ഇത് അങ്ങോട്ടുള്ള ലൈനാണ് കേട്ടോ. അത് രണ്ട് ഇപ്പോൾ ഒരിടത്തൂടാണോ വരുന്നത്? എന്തൊരു തിരക്കല്ലേ. അവിടെ പൈസ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സ്ലിപ്പ് സീല് വെച്ച് തരും, അതിവിടെ കൊടുക്കണം ഗേറ്റിൽ. എന്ത് സമയം എടുത്തല്ലേ. എനിക്ക് എന്ത് വണ്ടികളാണ് കിടക്കുന്നത്? ഇതൊക്കെ പച്ചക്കറി വണ്ടിയൊക്കെയാണെന്ന് തോന്നുന്നു, ആ ചെറുവണ്ടികളെല്ലാം കിടക്കുന്നത്. ആ പിക്കപ്പേ നോക്കി, എന്തോരം ആൾക്കാരൊന്നും നോക്കി. ഇഷ്ടംപോലെ കടയുണ്ടല്ലോ, കടകളുണ്ട്. നമ്മൾ കഴിക്കണ്ട നീ കഴിക്കണം. ചെക്ക് പോസ്റ്റിൽ എന്നാ തിരക്കായിരുന്നു, ഇപ്പൊ കണ്ടോ? ആ വഴിയിൽ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ വണ്ടിയെല്ലാം ഓടിപ്പോവല്ലേ. ചെക്ക് പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത്ര നേരം 10 മിനിറ്റ് ഒന്ന് ഹൈവേ ബ്ലോക്ക് ആയാലും അറിയാം തിരക്കുണ്ടായില്ലെന്ന്. നർമ്മദ റിവർ. ഇപ്പം നർമ്മദ റിവറിന് മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്, നർമ്മദാ നദിക്ക് കുറുകെ. ഒന്നും കാണത്തില്ല, പക്ഷെ വെള്ളമുണ്ട് കേട്ടോ. ഇതുണ്ടോ അപ്പുറത്തെ ആ പാലത്തെ കൂടെ പോകുന്നത്, ഇതിലേ പോകുന്ന വെട്ടത്തിൽ താഴെ വെള്ളം കാണുന്നുണ്ടോ? ഇതുണ്ടോ ഈ ട്രെയിലർ ആയിരിക്കുന്ന മെഷീൻ കണ്ടോ? നമ്മൾ ഇവിടെ കൊണ്ടുപോയാലും ഒക്കെ ഒത്തിരി വലിയ മെഷീൻ. അതുമല്ല ട്രെയിലറിന് വീതി കൂടുതലും ഉണ്ട്, ഫ്ലാറ്റ് ബെഡ് ഭാഗത്ത് താന്ന് നിൽക്കുന്ന ബോഡി. അതിൻ്റെ കണ്ടക്കാലോടാ മുന്നേ പോയല്ലേ. ബിണ്ടി മസാല വെക്കാനുള്ള ബിണ്ടി കേട്ടോ. ബിണ്ടി മസാല എന്ന് പറഞ്ഞാൽ ബിണ്ടിയാന്ന് പറഞ്ഞാൽ പോരെ. ഇൻഡോർ 89, ഭോപ്പാൽ 275, ആഗ്ര 640. ടോൾ പ്ലാസ കൽഘാട്ട്. കൽഘാട്ട് കഴിഞ്ഞ് നമ്മൾ എന്തോരം ഇങ്ങോട്ട് പോകുന്നു. കൽഘാട്ട് എന്ന ഘാട്ടിൻ്റെ പേരായിരിക്കും. പുറകോട്ട് ഓടിച്ച വണ്ടി. അതെനിക്കും ഇപ്പോൾ ഒരു സംശയം. ഇവിടെ മോശമല്ലേ, 810 രൂപ കണ്ട കേട്ടോ. ഇന്നത്തെ ടോൾ ഏതാ മോശമുള്ളത്? അതെ, കഴിക്കാൻ ഇനി എവിടെയെങ്കിലും ബസ്സുകാർ കയറുന്ന കടയാ ഇവിടെ. ബസ്സുകാർ കയറുന്ന കടയായതുകൊണ്ട് നമ്മളെ ലോറിയൊന്നും കൊണ്ടിടാൻ പറ്റില്ല. വണ്ടി നമ്മൾ ഹൈവേയുടെ സൈഡിൽ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ബസ്സുകാരൊക്കെ ബസ്സേ വന്നവരൊക്കെ ഏതെങ്കിലും കഴിച്ചിട്ട് ബസ്സിലേക്ക് കയറിയെന്ന് തോന്നുന്നു. തിരക്കൊക്കെ കുറവുണ്ട്. അപ്പോൾ 4 റൊട്ടിയും ഒരു വെച്ച് പുലാവും പറഞ്ഞിട്ടുണ്ട്. നാലത്തടുക്കയും റൊട്ടിയേ വന്നുള്ളൂ കേട്ടോ. ഒരിക്കലും ഗോതമ്പ് റൊട്ടിയാണ്. ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണോ അതിൻ്റെ വെജ് പുലാവ്? അതെ അതെ, വെജ് പുലാവ് ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നോണ്ട് കഴിച്ചു. അത്രേ ഉള്ളൂ അല്ലേ? 150 രൂപയുടെ പുലാവ്. 150 രൂപയുടെ പുലാവ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ സമയം കളയാതെ പറപ്പിച്ച് വിട്ടേക്കാം. പോവാം. അപ്പോൾ ഇവിടെ ഒരു ഘാട്ടുണ്ടായിരുന്നു, ഘാട്ട് കയറി മോളി വന്നു. ഈ ഘാട്ടേ ഇപ്പം നമ്മൾ കയറി വന്ന ഘാട്ട് കുറയ്ക്കാനാന്ന് തോന്നുന്നത്. ഇവിടെ റോഡ് താത്തോണ്ടിരിക്കുക. അതാ ഇവിടെ എല്ലാം പൊളിച്ചിട്ടേക്കുന്നല്ലേ. അവിടെ കല്ല് പൊടിച്ച് താത്തോണ്ടിരിക്കുക. ഇതുണ്ടോ ഒരു കാറ് കത്തി കിടക്കുന്നുണ്ട്. അയ്യോ, അല്ല കത്തിയില്ല കേട്ടോ, അത് അവിടെ മറിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ടയറൊക്കെ ആരാണ്ട് അഴിച്ചോണ്ട് പോയി. അത് പൊടിയെല്ലാം പിടിച്ച് കിടക്കുന്നത്. ഞാനവിടുത്തെ കത്തി കിടക്കുക. ഇവിടെയൊക്കെ രാത്രിയിലെ ഇപ്പം വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല ഇവിടെയൊക്കെ കള്ളന്മാരുള്ള സ്ഥലമാണ്. ഘാട്ടുകളിലെല്ലാം അങ്ങനെ. അതുകൊണ്ട് ഒരു വണ്ടി കിടക്കുന്നത് അവിടെ ഇച്ച് മറിഞ്ഞ്. ഗ്യാസ് വണ്ടിയാണോ അതോ? ഗ്യാസ് വണ്ടിയൊന്നുമല്ല, ഒന്നുമല്ല. ഇരുട്ടായോണ്ട് നല്ലപോലെ കാണാൻ പറ്റും. ആടില്ലേ? ടാങ്കറാ. ഇപ്പോഴേ ഈ റോഡ് നേരെ ഇൻഡോർ പോകും. നമുക്ക് ഇതുണ്ട് ഇൻഡോർ 50 കിലോമീറ്റർ. നമുക്ക് രത്ലം ചിറ്റോർഗഡ് രത്ലമൊക്കെ ലെഫ്റ്റിലേക്ക്, നമുക്ക് ആ ലെഫ്റ്റിലേക്ക് വേണം കയറിപ്പോയാൽ. അതെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് നേരെ പോയാൽ ഇൻഡോർ. ആ ഹൈവേ കൂടെ നമുക്ക് പോകേണ്ടത്. കണ്ടോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്ന് വന്ന് വേറെ ഹൈവേ കയറി. ഈ ഹൈവേയിൽ പൊതുവെ വണ്ടികൾ കുറവാണ്, വലിയ തിരക്കില്ല. അപ്പോൾ അവിടുന്ന് കഴിച്ചാൽ നന്നായില്ലേ? അതാ ഞാൻ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കട കാണുകയല്ലേ. നമ്മൾ മധ്യപ്രദേശിൽ കയറി കുറച്ചിങ്ങ് പോന്നു.
ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.